യഥാർത്ഥ മരിയ ഭക്തി നമ്പർ 120 മുതൽ 121 വരെ. പരിശുദ്ധ കന്യകയോടുള്ള ഉത്തമ ഭക്തിയുടെ സ്വഭാവം അഥവാ ഈശോയോടുള്ള പരിപൂർണ സമർപ്പണം. ഈശോ മിശിഹായോടുള്ള വിധേയത്വത്തിലും അവിടുത്തോടുള്ള ഐക്യത്തിലും സമർപ്പണത്തിലുമാണ് നമ്മുടെ പരിപൂർണത അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ഈശോ മിശിഹായോട് നമ്മെ വിധേയപ്പെടുത്തുന്നതും അവിടുത്തോട് നമ്മെ ഐക്യപ്പെടുത്തുന്നതും അവിടുത്തേക്ക് നമ്മെ സമർപ്പിക്കുന്നതുമാണ് ഏറ്റവും പരിപൂർണമായ ഭക്തി എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സൃഷ്ടികളിലും വച്ച് മിശിഹായോട് ഏറ്റവും വിധേയത്വം പുലർത്തിയത് മറിയമാണ്. അതിനാൽ എല്ലാ ഭക്തികളിലും വച്ച് നമ്മുടെ ആത്മാവിനെ നമ്മുടെ കർത്താവിന് ഏറ്റവും അധികം സമർപ്പിക്കുകയും അവിടുത്തോട് വിധേയപ്പെടുത്തുകയും ചെയ്യുന്നത് അവൻ്റെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയാണ്. മറിയത്തിന് ഒരാത്മാവ് എത്രയധികം സമർപ്പിതമാണോ അത്രയധികം അത് ഈശോയ്ക്ക് സമർപ്പിതമാണ്. മിശിഹായോടുള്ള ഏറ്റവും സമ്പൂർണമായ സമർപ്പണം പരിശുദ്ധ കന്യകയോടുള്ള നമ്മുടെ തികവുള്ളതും സമ്പൂർണവുമായ സമർപ്പണമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഭക്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മാമോദീസായിലെ വ്രതങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും പരിപൂർണമായ നവീകരണമാണത്. പരിശുദ്ധ കന്യകയോടുള്ള ഒരുവൻ്റെ ഉത്തമവും സമ്പൂർണവുമായ സമർപ്പണം. നാം സമ്പൂർണമായി മിശിഹായുടേതായി തീരാൻ നമ്മെ തന്നെ പൂർണ്ണമായി മറിയത്തിന് സമർപ്പിക്കുന്നതാണ് ഈ ഭക്തി അടങ്ങിയിരിക്കുന്നത്. അതിന് നമ്മുടെ ശരീരവും അതിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും നമ്മുടെ ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും നമുക്ക് ഇന്നുള്ളതും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ ബാഹ്യ നന്മകളും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും നമ്മുടെ നേട്ടങ്ങളും പുണ്യങ്ങളും സൽപ്രവൃത്തികളുമായ എല്ലാ ആന്തരികവും ആത്മീയവുമായ പുണ്യങ്ങളും നാം അവൾക്ക് നൽകണം. ചുരുക്കത്തിൽ മനുഷ്യപ്രകൃതിയുടെയും കൃപാവരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും തലത്തിൽ നമുക്കിപ്പോൾ ഉള്ളതും ഭാവിയിൽ ഉണ്ടാകുന്നതുമായ എല്ലാം അവൾക്ക് നൽകണം. ഒരു ചെറു നാണയമോ ഒരു മുടിയിഴയോ ഏറ്റവും നിസ്സാരമായൊരു സത്പ്രവൃത്തികൾ പോലുമോ മാറ്റിവെക്കാതെ വേണം നാം ഇത് ചെയ്യുവാൻ. കൂടാതെ മറിയത്തിലൂടെയും മറിയത്തിലും ഈശോയ്ക്ക് സ്വന്തമാകുന്നുവെന്ന ബഹുമതി ഒഴികെ മറ്റൊന്നും നമ്മുടെ സമർപ്പണത്തിനും സേവനത്തിനും പാരിതോഷികമായി അവകാശപ്പെടാതെയും പ്രതീക്ഷിക്കാതെയും വേണം എല്ലാം നാം എന്നേക്കുമായി സമർപ്പിക്കാൻ. ഏറ്റവും ഉദാരമതിയും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൃതജ്ഞതാപൂർണയുമെങ്കിലും അവൾ അങ്ങനെയൊന്നുമല്ല എന്ന വിധത്തിലായിരിക്കണം നാം ഇത് ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ നീരുറവയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി, മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണമോദം യാചിപ്പൂ ഞങ്ങൾ. സമുദ്രതാരമേ സ്വസ്തി. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി. പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്യമാതാവായ മറിയമേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി. എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും
എൻ്റെ അതിനാഥയുമായ മറിയമേ സ്വസ്തി. എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി. കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ. പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു. നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ. നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. നിന്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ. നിന്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിന്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ. നിന്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്ദോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിന്റെ പുണ്യങ്ങൾ വളരട്ടെ. ദൈവതിരുമുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിന്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുറവുകളെയും അത് നികത്തട്ടെ. അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഈശോമിശിഹായെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു അരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിന്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും തീവ്രവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ നിന്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയാനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിന്റെ സവിശേഷ അവകാശമാണ്. നിന്റെ പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരുളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചുക്കളുടെ മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട്. നിന്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിന്റെ സവിശേഷ അവകാശം തന്നെ. ഓ മറിയമേ, സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയുമില്ലാത്ത ആ നല്ല ഭാഗം ഇതെത്ര. ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയാനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിന്റെ വിനീതദാസനായി ദാസിയായി മരണം വരെ തീക്ഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മഹത്വപ്പെടുത്തട്ടെ. ആമേൻ. ഇന്നത്തെ ദിവസത്തെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.